ഒരു ശില്പമാണ്. അതിങ്ങനെ മനോഹരമായി രൂപമാക്കി വാർത്തെടുത്ത് നാളെ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യലാണ് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒക്കെ ലക്ഷ്യം. അവര് നിങ്ങളെ പഠിപ്പിക്കില്ല, നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളിൽ നിന്ന് നല്ലൊരു രൂപത്തെ വാർത്തെടുത്ത് നാളെ കുറെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ പ്രായമൊക്കെ ആവുമ്പോഴാണ് എന്റെ ടീച്ചർമാർ എത്ര വലിയ കാര്യം ചെയ്തത്, അവരെന്നെ ഇത്രയും വലിയൊരു മഹാനാക്കി മാറ്റിയല്ലോ, ഇത്രയും വലിയൊരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാക്കി മാറ്റിയല്ലോ. അപ്പോഴാണ് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അറിയുന്നത്. മനസ്സിലായില്ലേ? വേണ്ടേ? വേണ്ടയോ? അതുകൊണ്ട് ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? എന്തിനാന്നൊക്കെ പറഞ്ഞത് ഡെയിലി എന്താ ചെയ്യുന്നത്? യോഗ ചെയ്യണം. അപ്പൊ അച്ഛനോട് പറയണം, ഹെൽത്ത് ഈസ് മൈ വെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഈസ് മൈ മൈൻഡ് ഈസ് മൈ സ്ട്രെങ്ത്. എന്താ പറയാ? മൈ മൈൻഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് സ്കിൽ ഈസ് മൈ അസറ്റ്. എന്താണ്? എന്റെ സ്കില്ലാണ് എന്റെ സമ്പത്ത്. പണം എന്ന് പറയുന്ന സ്കില്ലാണ്, അല്ലേ? പിന്നെ നാലാമത്തെ എന്താ പറയുന്നത്? ക്യാരക്ടർ ഈസ് മൈ കൾച്ചർ. അതാണ് എന്റെ സംസ്കാരം, എന്റെ സ്വഭാവമാണ് എന്റെ സംസ്കാരം. അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കണ്ടേ നമുക്ക്? വേണ്ടേ? നാളെ മുതൽ നിങ്ങൾ എപ്പോഴും ഓർക്കണം ഈ 4 കാര്യങ്ങൾ. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? എല്ലാവരും ഒരുമിച്ച് പറയും, നെഞ്ചത്ത് കൈ വെച്ച് പറയും. ഉറക്കെ പറയൂ. ഹെൽത്ത് ഈസ് മൈ, ഉറക്കെ പറയൂ. പോരാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹോർലിക്സ് തന്നെ തോന്നണം. ഉറക്കെ പറയണം. മൈൻഡ് ഈസ് മൈ സ്ട്രെങ്ത്. തേർഡ് എന്താ പറഞ്ഞത്? സ്കിൽ ഈസ് മൈ അസറ്റ്. നാലാമത്തെ എന്താ പറഞ്ഞത്? ക്യാരക്ടർ ഈസ് മൈ കൾച്ചർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ നമ്മളൊരു പുതിയ വ്യക്തിയായി മാറും. വേണ്ടയോ? നാളെ ഞങ്ങളൊക്കെ വയസ്സാകുമ്പോൾ നിങ്ങളൊക്കെ കളക്ടറായിട്ടും നിങ്ങളൊക്കെ വലിയ ഉദ്യോഗത്തിലിരിക്കുന്നത് കാണുമോ? അന്ന് നിങ്ങളൊക്കെ ഈ സ്വാമിയെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ ഹെൽത്ത് ഈസ് മൈ വെൽത്ത് എന്നൊക്കെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ നല്ല ഒരു വാഹനം പോകുമ്പോൾ കാർ പഞ്ചറായാൽ ആ വാഹനം കൊണ്ട് കാര്യമുണ്ടോ? കാറൊക്കെ എന്താണ് പറയാ, BMW, പക്ഷെ അതിന്റെ എഞ്ചിൻ നല്ലതല്ലെങ്കിൽ കാര്യമുണ്ടോ? അപ്പൊ നമുക്ക് എഞ്ചിൻ സ്ട്രോങ് ആവണം, ശരീരം നല്ല ഹെൽത്തി ആയിരിക്കണം. വേണ്ടേ? അതുപോലെ കഴിവുണ്ടാവണം, കൾച്ചർ ഉണ്ടാവണം. ഇതൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് നമ്മളെ രൂപപ്പെടുത്താനാണ് വിദ്യാനികേതനിൽ നിങ്ങൾ വന്നിട്ടുള്ളതും ഇന്ന് സൂര്യ നമസ്കാരം ചെയ്യുന്നതും എന്നും സൂര്യ നമസ്കാരം ചെയ്യുന്നതും അങ്ങനെ നല്ല മിടുക്കന്മാർ